ട്രോയ് നഗരത്തിന്റെ പുരാണകഥ പറയുന്ന ഇതിഹാസമാണ് ഇലിയഡ്. പാരിസ് എന്ന ട്രോജൻ രാജകുമാരൻ സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനയും കൊണ്ട് ഒളിച്ചോടിയപ്പോൾ അവളെ വീണ്ടു കിട്ടുവാൻ വേണ്ടി സ്പാർട്ട രാജാവ് മെനിലോസും സഹോദരൻ അഗമെമ്നോണും യവന യോദ്ധാവായ അക്കില്ലീസും അനേകം വീരഭടന്മാരും കപ്പലുകളിൽ കയറി ട്രോയ് നഗരത്തിലെത്തി 10 കൊല്ലം നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഈ പറയുന്ന ഇലിയഡ്. പാരിസിന്റെ സഹോദരൻ ഹെക്ടർ, പിതാവ് പ്രിയാം, അമ്മ ഹെക്യൂബ എന്നിങ്ങനെ ഡസൻ കണക്കിന് കഥാപാത്രങ്ങൾ ആ പൗരാണിക കാലത്തെ രാഷ്ട്രബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും നമുക്ക് സംയുക്തമാക്കി തരുന്നു. രാമായണ മഹാഭാരതങ്ങളെ പോലെ ഒരു വിദൂര ഭൂതകാലത്തോടൊപ്പം ശാശ്വതിക മനുഷിക സ്വഭാവങ്ങളെയും മാനുഷികവും അതിമാനുഷികവുമായ തോതിൽ കാവ്യഭാവനയുടെ ശക്തിയും സൗന്ദര്യവും ഒപ്പം നിലനിർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണ് ഇലിയഡ്. വിശ്വസാഹിത്യത്തിലെ അത്യുന്നത ശീർഷങ്ങളിൽ ഒന്നായി യവന സാഹിത്യം. ആ യവന സാഹിത്യത്തിലെ ആദ്യ സ്രോതസ്സാണ് ഇലിയഡ്. പാശ്ചാത്യ സാഹിത്യ കൃതികൾക്കൊരു നിത്യ പ്രചോദനമാണ് ഈ കൃതി. ഇതിലെ ഒരു കഥാപാത്രമായ ഒഡീസിയസിന്റെ പിൽക്കാല ചരിത്രമാണ് ഓഡിസിയിൽ കാണുന്നത്. ഇവിടെ ടോക്സൻസ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന പുതിയ ഓഡിയോ ബുക്ക് ഇലിയഡ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിഹാസത്തിലെ മുഖ്യ കഥാപാത്രങ്ങളുടെ ഒരു മുഖവിര നമുക്ക് നോക്കാം. 1. അഗമെമ്നോൺ, മൈസീനിയിലെ രാജാവ്, ട്രോയുമായുള്ള യുദ്ധത്തിൽ ഗ്രീക്ക് പക്ഷത്തെ നയിച്ച രാജാവ്, ആർട്ടിയസ് രാജാവിൻ്റെയും യൂറോപ്യ റാണിയുടെയും മകൻ. ഇദ്ദേഹത്തിൻ്റെ അനുജന്റെ ഭാര്യയാണ് ഹെലൻ. ഈ ഹെലനെയാണ് പാരിസ് തട്ടിക്കൊണ്ടുപോയത്. ഇത് തന്നെയാണ് യുദ്ധത്തിന് വഴിവെച്ചതും. 2ാമത്തെ ക്യാരക്ടർ അക്കില്ലീസ്, ഗ്രീക്ക് പക്ഷത്തെ ഏറ്റവും വീരനായ പടയാളി, ഇലിയഡിലെ യഥാർത്ഥ നായകൻ. ഏറ്റവും സുന്ദരനായ ഗ്രീക്ക് യോദ്ധാവും അക്കില്ലീസ് ആയിരുന്നു. പീലിയൂസ് രാജാവിൻ്റെയും സമുദ്രദേവിയായ തേറ്റീസിൻ്റെയും മകനായ അക്കില്ലീസ് ജനിച്ചപ്പോൾ അമ്മ പാതാള നദിയായ സ്റ്റിക്സിൽ മുക്കിയെടുത്തെന്നാണ് ഐതിഹ്യം. കണങ്കാലിൽ പിടിച്ച് തലകീഴായി മുക്കിയെടുത്തപ്പോൾ കണങ്കാൽ മാത്രം വെള്ളത്തിൽ മുങ്ങിയില്ല. ആ ഭാഗത്തൊഴിച്ച് ഒരിടത്തും അക്കില്ലീസിന് ആയുധമേൽക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ അടിസ്ഥാന ദൗർബല്യവും അവന്റെ കണങ്കാലായിരുന്നു. കേട്ടിട്ടുണ്ടാവും അക്കില്ലീസ് ഹീൽ. 3ാമത്തെ ക്യാരക്ടറാണ് ഒഡീസിയസ്, ഇത്താക്കയിലെ രാജാവും പെനിലുപ്പയുടെ ഭർത്താവും ടെലിമക്കാസിന്റെ അച്ഛനും ലെയർടീസിന്റെയും ആന്റിക്ലിയയുടെയും മകൻ. ഗ്രീക്ക് പക്ഷത്തിലെ ഏറ്റവും കൗശലശാലിയായ യോദ്ധാവ്, ഹോമറുടെ 2ാമത്തെ ഇതിഹാസ കാവ്യമായ ഒഡീസിയയിലെ നായകൻ. അടുത്തത് അജാക്സ് ദ ഗ്രേറ്റ്, സലാമാസിലെ രാജാവ്, ടെലമോണിന്റെയും പെരിബിബിയയുടെയും മകൻ. അടുത്തത് മെനലിയസ് ആണ്, അഗമെമ്നോണിന്റെ അനുജൻ. തിൻഡാരുയൂസിന്റെ മകളായ ഹെലനെ വിവാഹം കഴിച്ച് സ്പാർട്ടയിലെ രാജാവായി. ധീരനായ പോരാളിയാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയായ ഹെലനെ പാരിസ് തട്ടിക്കൊണ്ടുപോയതാണ് യുദ്ധത്തിന് കാരണമായത്. ഒഡീസിയിലും മുഖ്യ കഥാപാത്രമാണ് മെനിലസ്. അടുത്തത് നെസ്തർ, പൈലോസിലെ രാജാവ്, പരിചയസമ്പന്നനായ യുദ്ധവീരൻ, ഗ്രീക്ക് പക്ഷത്തിന്റെ പ്രധാന ഉപദേഷ്ടാവ്. അടുത്തത് പെട്രക്ലോസ്, അക്കില്ലീസിന്റെ ആത്മമിത്രം, സന്തത സഹചാരി. അടുത്തത് ഡയോമിഡിസ്, അതിബുദ്ധിശാലിയും തികഞ്ഞ പോരാളിയുമായ ഡയോമിഡീസിന്റെ നേതൃത്വത്തിലാണ് ഗ്രീക്കുകാർ പല നിർണായക വിജയങ്ങളും നേടിയത്. ഒഡീസിയൂസിനോടൊപ്പം തന്നെ യുദ്ധതന്ത്രങ്ങൾ ഒരുക്കുകയും ചെയ്തത് ഡയോമിഡീസാണ്. അടുത്തത് പ്രിയാം, ട്രോയിലെ രാജാവ്, ലവമോഡിസോണിന്റെ ഇളയ മകൻ. പല ഭാര്യമാരിലായി 50 പുത്രന്മാരും 19 പുത്രിമാരും ഉണ്ടായിരുന്നത്രേ. ഹെക്യൂബ രാജ്ഞിയിലുള്ള മക്കളാണ് ഹെക്ടർ, പാരിസ്, പ്രവാചകയായ കസാൻഡ്ര എന്നിവർ. ഗ്രീക്ക് ഭാഷയിൽ പ്രിയാമോസ് എന്നും പറയും. അടുത്തത് ഹെക്ടർ, ട്രോയുടെ പടനായകൻ, പ്രിയാമിൻ്റെയും ഹെക്യൂബയുടെയും മകൻ, പാരിസിന്റെ ജ്യേഷ്ഠൻ, അതിശക്തനായ പോരാളി. ഇലിയഡിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒന്ന്. സമാധാനവാദിയായ ഹെക്ടർ ഉത്തമ പുത്രനും ഉത്തമ ഭർത്താവും ദുഷ്ടലേശമില്ലാത്തവനുമായി ചിത്രീകരിക്കപ്പെടുന്നു. ദ എൻറ്റയർ ഇതിഹാസത്തിൽ ഹെക്ടറിനോട് പോരുന്ന ഒരേയൊരു യോദ്ധാവ് അക്കില്ലീസ് മാത്രമായിരുന്നു. അടുത്തത് ഹെക്യൂബ, ട്രോയുടെ രാജ്ഞി, പ്രിയാമിന്റെ ഭാര്യ. ട്രോയ് നഗരം സ്ഥാപിച്ച ഡാർഡനസിന്റെ പിന്തുടർച്ചക്കാരിയായ ഹെക്യൂബയുടെ മക്കളാണ് ഹെക്ടറും പാരിസും. അടുത്തത് പാരിസ്, പ്രിയാമിന്റെയും ഹെക്യൂബയുടെയും മകൻ, ഹെക്ടറുടെ അനുജൻ. സ്പാർട്ടയിലെ ഹെലനെ പാരിസ് പ്രേമാതുരനായി തട്ടിക്കൊണ്ടുപോകുന്നതാണ് യുദ്ധത്തിന് വഴിവെച്ചത്. ട്രോയ് രാജ്യത്തിന് നാശത്തിന് കാരണമാവുന്നുവെന്ന സ്വപ്ന ദർശനത്താൽ ജനിച്ചപ്പോൾ തന്നെ അച്ഛനമ്മമാർ പാരിസിനെ കാട്ടിലുപേക്ഷിച്ചെങ്കിലും രക്ഷപ്പെട്ടു വളർന്നപ്പോൾ വിധി അവനെ കൊട്ടാരത്തിലെത്തിച്ചുവെന്നാണ് ഐതിഹ്യം. അടുത്തത് ഈനിയസ്, ട്രോജൻ വീരയോദ്ധാവ്.
ആൻകൈസസ് രാജകുമാരൻ്റെയും സൗന്ദര്യ ദേവതയായ അഫ്രൊഡൈറ്റയുടെയും മകൻ. പ്രിയാം രാജാവിൻ്റെ രക്തബന്ധുവാണ് ആൻകൈസസ്. അടുത്തത് കസാൻഡ്ര, പ്രിയാമിൻ്റെയും ഹിക്യൂബിയുടെയും മകൾ. സൗന്ദര്യം കാരണം അപ്പോളോ ദേവൻ അവൾക്ക് പ്രവചനശേഷി നൽകി. അപ്പോളോയുടെ ക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് രാത്രി കഴിച്ചുകൂടിയ കസാൻഡ്രയുടെ കാതുകളെ പാമ്പുകൾ നക്കി വൃത്തിയാക്കിയെന്നും അതോടെ അവൾക്ക് ഭാവിയെ കേൾക്കുവാനുള്ള ശേഷി കിട്ടിയെന്നും മറ്റൊരു കഥയുണ്ട്. അപ്പോളോയ്ക്ക് കസാൻഡ്രയോട് പ്രേമമുണ്ടായിരുന്നുവെങ്കിലും അത് തിരിച്ചു നൽകുവാൻ അവൾക്ക് സമ്മതമുണ്ടായിരുന്നില്ല. അവളുടെ പ്രവചനങ്ങൾ ആരും വിശ്വസിക്കാതെ പോകട്ടെ എന്ന് അപ്പോളോ ശപിച്ചു. കാര്യങ്ങളിലുള്ള ഗഹനമായ ധാരണയും നിസ്സഹായതയും ഒത്തുചേരുന്ന കസാൻഡ്രയുടെ സ്വഭാവം മനുഷ്യന്റെ ദുരന്ത പ്രകൃതിയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അവസാനത്തെ ക്യാരക്ടർ ഹെലൻ, സ്പാർട്ടയിലെ ടിൻഡാരിയൂസ് രാജാവിൻ്റെ മകൾ. വിശ്വസുന്ദരി, ട്രോയിലെ ഹെലൻ എന്നും അറിയപ്പെടുന്നു. മെനിലിയൂസിന്റെ ഭാര്യയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരിസ് തട്ടിക്കൊണ്ടുപോയതാണ് യുദ്ധത്തിന് വഴിതെളിച്ചതെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ. ഹെലന്റെ സഹോദരിയായ ക്ലൈറ്റംനെസ്ത്രയാണ് മെനിലിയൂസിന്റെ ജ്യേഷ്ഠനായ അഗമെമ്നോണിന്റെ ഭാര്യ. ഇതുകൂടാതെ ഇലിയഡിൽ കഥാപാത്രങ്ങളാവുന്ന ഗ്രീക്ക് ദേവതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 സിയൂസ്, 2 ഹെറ, ആർട്ടമിസ്, അപ്പോളോ, അഥീന, അഫ്രൊഡൈറ്റി, ഹെർമിസ്, തേറ്റിസ്, പൊസൈഡൺ, ഐറിസ്, പ്രോട്ടിയസ്. ഇത്രയും ഗ്രീക്ക് ദേവതകളാണ് ഇലിയഡിൽ ഉള്ളത്. ഇനി കഥ ആരംഭിക്കാം. അധ്യായം 1. ട്രോജൻ രാജാവായ പ്രിയാമിന്റെ പുത്രൻ പാരിസ് സ്പാർട്ട എന്ന ഗ്രീക്ക് പ്രദേശത്തെ രാജാവായ മെനലിയൂസിന്റെ അതിസുന്ദരിയായ പത്നി ഹെലനെ അപഹരിച്ചു കൊണ്ടുപോയി. അത് ഉഗ്രമായ ട്രോജൻ യുദ്ധത്തിന് കാരണമായി. മെനലിയൂസിന്റെ ജ്യേഷ്ഠ സഹോദരനായ അഗമെമ്നോൻ രാജാവാണ് ഗ്രീക്കുകാരുടെ സർവ്വ സൈന്യാധിപൻ. ഹെലനെ വീണ്ടെടുക്കുവാനുള്ള മഹായുദ്ധം തുടങ്ങി 9 വർഷം കഴിഞ്ഞപ്പോൾ തടവുകാരായി പിടിക്കപ്പെട്ട ട്രോയിയിലെ ചില യുവസുന്ദരികളെ സ്വന്തമാക്കാൻ അഗമെമ്നോണും ഗ്രീക്കുകാരുടെ ഏറ്റവും വലിയ യുദ്ധവീരനായ അക്കില്ലീസും തമ്മിൽ കടുത്ത മത്സരമുണ്ടായി. അക്കില്ലീസിന് അഗമെമ്നോണിന്റെ പേരിലുള്ള കോപം നിരവധി യവന സേനകളെ നിത്യനാശത്തിലെത്തിച്ചു. മരണമടഞ്ഞ പലരും പാതാളലോകം പോകി. പലരുടെയും ശവശരീരങ്ങൾ പട്ടികൾക്കും കഴുകന്മാർക്കും ആഹാരമായി തീർന്നു. പീലിയസ് വംശത്തിലെ അക്കില്ലീസിനെയും ഏട്രിയസ് വംശത്തിലെ അഗമെമ്നോണിനെയും അത്ര വലിയൊരു കലഹത്തിന് പ്രേരിപ്പിച്ചത് ലീറ്റോയുടെയും സിയൂസ് ദേവന്റെയും പുത്രനായ അപ്പോളോ ദേവനായിരുന്നു. അപ്പോളോ ദേവൻ അഗമെമ്നോട് കോപിച്ച് അതികഠിനമായ ഒരു പകർച്ചവ്യാധി ഗ്രീക്കുകാരുടെ മേൽ പകർത്തുകയായിരുന്നു. കാരണം തൻ്റെ പുരോഹിതനായ ക്രൈസിസ്റ്റിന്റെ പുത്രി ക്രൈസിസ്റ്റിയെ അഗമെമ്നോൺ ഒരു തടവകാരി എന്ന നിലയിൽ കരസ്ഥമാക്കി. ആ പുരോഹിതനെ അപമാനിച്ചുവത്രേ. മോചനദ്രവ്യം കൊടുത്തു മക്കളെ വീണ്ടെടുക്കുവാൻ ഗ്രീക്ക് കപ്പലുകളിൽ ചെന്ന പുരോഹിതൻ അഗമെമ്നോൺ രാജാവിനോടും സഹോദരൻ മെലിയൂസിനോടും തൻ്റെ പുത്രി ക്രൈസിസ്റ്റിയെ വിട്ടുതരുന്ന പക്ഷം പ്രിയാമിന്റെ നഗരം തകർത്ത് തരിപ്പണമാക്കി സ്വദേശത്ത് സസുഖം എത്തിച്ചേരുവാൻ താൻ ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നതാണെന്ന് അറിയിച്ചു. അഗമെമ്നോൻ ഒഴികെ എല്ലാവർക്കും ആ നിർദ്ദേശം സ്വീകാര്യമായെങ്കിലും രാജാവ് വളരെ പരീക്ഷസ്വരത്തിൽ പുരോഹിതനെ നിരാശനാക്കി പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. പുരോഹിതൻ കടൽ തീരത്തിലൂടെ നടന്ന് അപ്പോളോയോട് തന്റെ പ്രതികാര പ്രാർത്ഥന നടത്തി. ദേവൻ ഒളിമ്പസിന്റെ മുകളിൽ നിന്നും ഗ്രീക്ക് പാളയങ്ങൾക്ക് മീതെ പാഞ്ഞെത്തി അസ്ത്രപ്രയോഗം ആരംഭിച്ചു. നിശ്ചിതമായ ആ ശരപ്രയോഗത്തിൽ ആദ്യം മൃഗങ്ങളും പിന്നെ മനുഷ്യരും ചത്തുവീണു. ശവശരീരങ്ങളുടെ കൂനകൾ കൊണ്ട് സമുദ്രാതീരം നിറഞ്ഞു. പട്ടടകളിൽ നിന്നും തീജ്വാലകൾ രാവും പകലും മേലോട്ടുയർന്നു. അപ്പോളോ 9 ദിവസം തുടർച്ചയായി അമ്പെയ്തു. 10-ാം ദിവസം പീലിയോസ് രാജാവിന്റെയും സമുദ്രദേവിയുടെയും മകനായ അക്കില്ലീസ് ഗ്രീക്ക് സേനകളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. ദൈവകോപത്തിന്റെ കാരണമറിയുവാൻ കൂട്ടത്തിൽ പ്രശ്നക്കാരനായ കാൽക്കസ്റ്റും സന്നിഹിതനായിരുന്നു. കാൽക്കസ് പറഞ്ഞു, എന്നെ ആരും ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പു നൽകിയാൽ ഞാൻ ഫലം പറയാം. എല്ലാവർക്കും സന്തോഷമായി. അക്കില്ലീസ് ഉറപ്പ് കൊടുത്തു, ആരും എതിർക്കുകയില്ല എന്ന്. അപ്പോൾ കാൽക്കസ് പറഞ്ഞു തുടങ്ങി, അപ്പോളോ ദേവന്റെ പുരോഹിതനായ ക്രൈസിസ്റ്റിന്റെ സുന്ദരിയായ പുത്രിയെ അഗമെമ്നോൺ കൈവശപ്പെടുത്തിയിരിക്കുന്നു. മോചനദ്രവ്യം വാങ്ങി വീണ്ടുകൊടുക്കുവാൻ ഒരുക്കമില്ല. അതാണ് പീഡനങ്ങൾക്ക് കാരണം. അതൊഴിവാകണമെങ്കിൽ ഇനി മോചനദ്രവ്യം വാങ്ങാതെ പുത്രിയെ വീട്ടുകൊടുക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ അഗമെമ്നോണിന് അരിശം കയറി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ മാത്രമാണ് ഒരുപക്ഷെ ഇതിന്റെ വിധിയെങ്കിൽ ഞാൻ ക്രൈസിസ്റ്റിയെ വിട്ടുകൊടുക്കാം. പക്ഷേ എനിക്ക് പകരം മറ്റൊരു പാരിതോഷികം തരണം. അക്കില്ലീസാണ് അതിന് മറുപടി പറഞ്ഞത്. അഗമെമ്നോണിന്റെ ദുർഭോഗം അദ്ദേഹം മണത്തറിഞ്ഞിരുന്നു. കിട്ടിയതെല്ലാം പങ്കുവെച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മറ്റു പാരിതോഷികങ്ങൾ എവിടുന്നാണ്?
ട്രോയിയെ പിടിച്ചെടുക്കുവാൻ ഇരുന്നു വരുന്ന പക്ഷം അവിടെ നിന്നും കിട്ടുന്ന സാധനങ്ങൾ തരാം. അപ്പോൾ എനിക്ക് പാരിതോഷികം കിട്ടിയത് ഞാൻ വിട്ടുകൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ സ്വച്ഛന്തം അനുഭവിക്കുകയും അല്ലേ? അത് വേണ്ട, അഗമെമ്നോൻ തിരിച്ചടിച്ചു. ഞാനൊരു പക്ഷേ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാരിതോഷികം തിരിച്ചെടുത്തെന്ന് വരും. പിന്നെ അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ക്രൈസിസ്റ്റിയെ കൊണ്ടുപോയി കൊള്ളട്ടെ, ഞാൻ കപ്പലുകൾക്ക് ഏർപ്പാട് ചെയ്യാം. യുദ്ധത്തിൽ തനിക്ക് സമാനമായി ലഭിച്ച ബ്രീസിയസ് എന്ന പരമസുന്ദരിയെ കൈവശപ്പെടുത്തുവാനുള്ള അഗമെമ്നോണിന്റെ ലാക്ക് കണ്ടപ്പോൾ അക്കില്ലീസ് വ്യക്തമാക്കി, താൻ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും യുദ്ധത്തിന് പിന്നെ തയ്യാറല്ലെന്നും. ഇപ്പോഴും മുന്നണിയിൽ നിന്ന് പൊരുതുവാൻ താൻ മാത്രം, എന്നാൽ തനിക്ക് കിട്ടുന്നതോ പൊട്ടും പൊടിയും മാത്രം. താങ്കൾക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോകാം. അഗമെമ്നോൻ കീഴടങ്ങുന്ന മട്ട് കണ്ടില്ല. ക്രൈസിസ്റ്റിയെ ഞാൻ അവളുടെ പിതാവിന്റെ പക്കലിലേക്ക് പറഞ്ഞയക്കുകയാണ്. പക്ഷേ അക്കില്ലീസിന്റെ പാളയത്തിൽ നിന്നും ബ്രീസിയസിനെ ഞാൻ ഇറക്കിക്കൊണ്ടുവരും. അക്കില്ലീസ് തന്റെ ഉടവാളിൽ പെട്ടെന്ന് കടന്നുപിടിച്ചു. അഗമെമ്നോന്റെ ധിക്കാരം അവിടെ വെച്ച് അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. പക്ഷെ അഥീന അന്നേരം അവിടെ ഓടിയെത്തി അക്കില്ലീസിനെ സമാധാനിപ്പിച്ചു. തന്റെ സങ്കടത്തിന് 3 ഇരട്ടി പരിഹാരമുണ്ടാകുന്ന ദിവസം വരുമെന്ന് പറഞ്ഞു. അക്കില്ലീസിന്റെ കോപം കൂടി വരികയായിരുന്നു. അദ്ദേഹം ആക്രോശിച്ചു, ജനങ്ങൾ എന്റെ സേവനം ആവശ്യപ്പെടുന്ന ദിവസം വരാനിരിക്കുന്നതേയുള്ളൂ. രക്തദാഹിയായ ഹെക്ടറിന്റെ മുമ്പിൽ ജനങ്ങൾ വീണു മരിക്കുമ്പോൾ അവർ അക്കില്ലീസിനെ അന്വേഷിക്കും. പൈലോസിലെ രാജാവും നയതന്ത്രജ്ഞനുമായ നെസ്തോർ അപ്പോൾ എഴുന്നേറ്റുകൊണ്ട് 2 കൂട്ടരെയും രഞ്ജിപ്പിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, അക്കില്ലീസിന് പ്രത്യേക സമ്മാനമായി കിട്ടിയ പെൺകുട്ടിയെ അഗമെമ്നോൻ തിരിച്ചെടുക്കുന്നത് നന്നല്ല. സൈന്യത്തിന്റെ ഏകകണ്ഠമായ തീരുമാനത്തോടുകൂടി നൽകപ്പെട്ട സമ്മാനമാണത്. പിന്നെ അക്കില്ലീസിന്റെ നേരെ തിരിഞ്ഞ് ഇങ്ങനെയൊന്നും കൂട്ടിച്ചേർത്തു, അക്കില്ലീസ് അഗമെമ്നോനെ എതിർക്കുന്നതും നന്നല്ല. രാജാവ് എന്ന നിങ്ങളെക്കാൾ ഉയർന്നവൻ തന്നെ. 2 പേരും കോപവും നീരസവും മറന്നു കളയണം. അഗമെമ്നോണും അക്കില്ലീസും വീണ്ടും വാക്ഷരങ്ങൾ കൈമാറി. ഒടുവിൽ അക്കില്ലീസ് പറഞ്ഞു, ഗ്രീക്ക് സേനകൾ എനിക്ക് സമ്മാനിച്ച ബ്രിസീസിനെ നിങ്ങൾ തിരിച്ചെടുക്കുന്നെങ്കിൽ ഞാൻ തടയുന്നില്ല. ഒരു പെൺകൊടിയെ ചൊല്ലി പടവെട്ടാനും ഞാൻ ഒരുക്കമല്ല. പക്ഷെ എൻ്റെ കപ്പലിൽ കിടന്ന് മറ്റൊരു വല്ലതിലുമോ അഗമെമ്നോൻ കൈവച്ചാലുണ്ടല്ലോ, എൻ്റെ കുന്തത്തിൻ്റെ നാക്ക് ചോരയുടെ രുചി അറിഞ്ഞിട്ടേ പിന്മാറുകയുള്ളൂ. അന്നത്തെ യോഗം കഴിഞ്ഞു. ഇരുവരും ഇടഞ്ഞു പിരിഞ്ഞു. അക്കില്ലീസ് തൻ്റെ ആത്മമിത്രമായ പെട്രോക്ലോസും ഒരുമിച്ച് കൂടാരത്തിലേക്ക് പോയി. അഗമെമ്നോൻ പുരോഹിതപുത്രിയെ ക്രൈസിയിലേക്ക് എത്തിച്ചു. പിന്നെ സൈന്യങ്ങളെ വിളിച്ച് യാഗപൂജാദികൾ നടത്തിയ ശേഷം തൻ്റെ 2 മുഖ്യ ദൂതന്മാരെ വിളിച്ച് അക്കില്ലീസിന്റെ പാളയത്തിൽ പോയി ബ്രീസിയസിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ദൂതന്മാർ മനസ്സോടെ പുറപ്പെട്ടു. ദൂരെ വെച്ച് തന്നെ കപ്പലുകളും കൂടാരത്തിന് നടുവിൽ കടൽ തീരത്ത് ചിന്താമഗ്നനായിരിക്കുന്ന രണശൂരനായ അക്കില്ലീസിനെ കണ്ടു. അവർ പെട്ടെന്ന് ഹതവീര്യരായിപ്പോയി. അടുത്തെത്തിയപ്പോൾ അക്കില്ലീസിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഗ്രീക്കുകാരെ അപമാനത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് ആ നീതികെട്ട നൃപൻ ഈ അക്കില്ലീസിന്റെ സഹായം തേടുന്ന ഒരു ദിനം വരും. കുറെ കഴിഞ്ഞപ്പോൾ ബ്രീസിയസ് അക്കില്ലീസിന്റെ മുമ്പിലേക്ക് ആനിതയായി. അപ്പോൾ അഗമെമ്നോണിന്റെ കൂടാരത്തിലേക്ക് പൊയ്ക്കൊള്ളുവാൻ അദ്ദേഹം കൽപ്പിച്ചു. വിമനസായി ബ്രീസിയസ് വിടവാങ്ങി. ബ്രിസിയസിനെ കൊണ്ടും രാജദൂതന്മാർ അഗമെമ്നോൻ രാജാവിന്റെ പാളയത്തിലേക്ക് നീങ്ങിയപ്പോൾ അക്കില്ലീസ് പൊട്ടിക്കരഞ്ഞുപോയി. കടൽ തീരത്തിലൂടെ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം വെച്ച് നടന്നു. ഒടുവിൽ ജലനിരപ്പിലേക്ക് കൈകൾ നീട്ടി സമുദ്രദേവതയും പെറ്റമ്മയുമായ തേറ്റിസിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, അൽപായുസായ എന്നെ സിയൂസ് ദേവൻ അനുഗ്രഹിക്കുമെന്നാണ് ഞാൻ ആശിച്ചത്. പക്ഷേ യുദ്ധത്തിൽ എനിക്ക് ലഭിച്ച പാരിതോഷികം പോലും അഗമെമ്നോൻ രാജാവ് അപഹരിച്ചിരിക്കുന്നു. അമ്മ എന്നെ ഇപ്പോൾ രക്ഷിച്ചേ പറ്റൂ. പെട്ടെന്ന് സമുദ്ര അന്തർഭാഗത്തിൽ നിന്നും ഒരു രജത മേഘപടം പോലെ തേറ്റിയസ് ഉയർന്നു വന്നു. മകൻ ദുഃഖകാരണം വിവരിച്ചു. അമ്മ മകനെ തഴുകി നിന്നുകൊണ്ട് എല്ലാം കേട്ടു. മകന്റെ നഷ്ടപ്പെട്ട അഭിമാനവും യശസ്സും വീണ്ടെടുക്കുവാൻ അമ്മ ഒരുങ്ങിക്കഴിഞ്ഞു. ഇത് മനസ്സിലായപ്പോൾ അക്കില്ലീസ് മുഴിഞ്ഞു. ഗ്രീക്ക് സേനകളെ പടക്കളത്തിൽ നിന്നും അവരുടെ കപ്പലുകളിലേക്ക് പലായനം ചെയ്യിക്കുവാനുള്ള ശക്തി സിയൂസ് ദേവൻ ട്രോജൻകാർക്ക് നൽകട്ടെ. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഗ്രീക്കുകാരിൽ ഏറ്റവും ധീരനായവനെ ധിക്കരിച്ചതിൽ അഗമെമ്നോൻ കാണിച്ച വിഡ്ഢിത്തം എല്ലാവർക്കും ബോധ്യമാകും. തേറ്റിയസ് മകന്റെ കാര്യത്തിന്റെ സിയൂസ് ദേവനെ കണ്ട് വേണ്ടതെല്ലാം ചെയ്യാമെന്നും, എന്നാൽ ദേവന്മാരെല്ലാം ഇത്യോപ്യയിലേക്ക് ഒരു ഉത്സവത്തിന് പോയിരിക്കുന്നതിനാൽ 12 ദിവസം കഴിഞ്ഞേ മടങ്ങി വരികയുള്ളെന്നും അതുവരെ കപ്പലിൽ തന്നെ അടങ്ങിയിരുന്നു കൊള്ളുവെന്ന് ഉപദേശിച്ച ശേഷം അന്തർധാനം ചെയ്തു. ഇതിനകം പുരോഹിത പുത്രിയെയും കൊണ്ട് പുറപ്പെട്ടിരുന്ന കപ്പൽ നിർദ്ദിഷ്ട ദിക്കിലെത്തി. ഒഡീസിയസും അനുചരന്മാരും പുരോഹിതനെ കണ്ട് പുത്രിയെ തിരിച്ചേൽപ്പിച്ചു. അപ്പോളോ ദേവനെ പ്രീതിപ്പെടുത്തുവാൻ തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ബലിവസ്തുക്കൾ സ്വീകരിച്ച് യാഗം നടത്തണമെന്ന് അഭ്യർത്ഥിച്ചു. സന്തുഷ്ടനായ ക്രൈസിസ് ക്ഷണത്തിൽ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു.
യാഗാന്ത്യത്തിൽ കെങ്കേമമായ ഒരു വിരുന്നും നടത്തി. പാനപാത്രങ്ങളിൽ നിന്നും പതഞ്ഞു പൊങ്ങിയ വീഞ്ഞ് എമ്പാടും ലഹരി പകർന്നു. എല്ലാവരും തിന്നുകുടിച്ച് ദേവഗീതകൾ പാടി. അപ്പോളോ ദേവന് തൃപ്തിയായി. പിറ്റേന്ന് രാവിലെ അവർ ഗ്രീക്ക് സങ്കേതത്തിലേക്ക് മടങ്ങി. അക്കില്ലീസ് അപ്പോഴും യുദ്ധരംഗത്ത് തിരിഞ്ഞുപോലും നോക്കാതെ സ്വന്തം കൂടാരത്തിൽ കഴിയുകയായിരുന്നു. തേറ്റിയസ് പറഞ്ഞതുപോലെ 12-ാം ദിവസം ദേവപ്രമുഖനായ സിയൂസും മറ്റ് ദേവന്മാരും ഒളിമ്പസിൽ തിരിച്ചെത്തി. രാവിലെ തന്നെ തേറ്റിയസും അവിടെ എത്തി. അഗമെമ്നോൻ തന്റെ മകനെ അപമാനിച്ചതുകൊണ്ട് അവന് നൽകപ്പെട്ട പാരിതോഷികം അപഹരിച്ച വിവരവും ആ തെറ്റിന് പരിഹാരമായി ഗ്രീക്കുകാർ മകനെ സ്ഥാനമാന്യതകൾ കൊണ്ട് ഭിന്നതാക്കും വരെ സിയൂസ് ദേവൻ ട്രോജൻകാരെ യുദ്ധത്തിൽ സഹായിക്കണമെന്നും അവർ ദേവന്റെ കാൽമുട്ടുകൾ പിടിച്ചപേക്ഷിച്ചു. ദേവൻ തലയൊന്നു കുലുക്കി. കാര്യം താൻ ഗൗനിച്ചു കൊള്ളാമെന്നേറ്റു. തേറ്റിയസ് ഉടനടി സിയൂസിന്റെ ഭാര്യ ഹെറാദേവിയെ കാണാതെ സ്ഥലം വിട്ടു. എന്നാൽ സിയൂസ് ഭോജനശാലയിൽ എത്തിയപ്പോൾ ഹെറാദേവി അദ്ദേഹത്തെ വളഞ്ഞ് തേറ്റിയസിന്റെ ദൗത്യത്തെ ചോദ്യം ചെയ്യുവാൻ ഒരുമ്പെട്ടപ്പോൾ ആ ദേവപ്രമുഖന്റെ സ്വരമുയർന്നു. അദ്ദേഹം അവരെ അടക്കിയിരുത്തി രംഗത്ത് അസ്വസ്ഥത വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഹെറാദേവിയുടെ പുത്രനും ദേവശില്പിയുമായ ഹെഫസ്റ്റോസ് അമ്മയുടെ അടുത്ത് ചെന്ന് പിതാവിനോട് രമ്യപ്പെടുവാൻ ആവശ്യപ്പെട്ടു. മർത്യരുടെ കാര്യത്തിൽ അമർത്യരായ തങ്ങൾ കലഹിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞു. പണ്ടൊരിക്കൽ ഒരു കലാപത്തിൽ താൻ അമ്മയെ സഹായിക്കുവാൻ തുനിഞ്ഞപ്പോൾ പിതാവ് തന്നെ കാലിൽ തൂക്കി പുറത്തേക്കെറിഞ്ഞതും താൻ പകൽ മുഴുവൻ വായുവീതിയിൽ കിടന്നു വലഞ്ഞൊടുവിൽ സൂര്യാസ്തമയത്തോടുകൂടി ലെംനോസ് ദ്വീപിൽ ചെന്ന് വീണതും ആ മകൻ ഓർമ്മിപ്പിച്ചു. അനന്തരം ഹെഫസ്റ്റോസ് ഒരു വലിയ പാനപാത്രമെടുത്ത് എല്ലാവർക്കും അമൃത് പകർന്നു കൊടുത്തു. അന്ന് പകൽ മുഴുവൻ തീനും കുടിയുമായിരുന്നു. അപ്പോളോ ദേവന്റെ വീണവായനയും ദേവതഗണത്തിന്റെ മധുരഗാനങ്ങളും കൊണ്ട് അവിടെ മുഖരിതമായി. ആ മദ്യപാന മഹോത്സവം സൂര്യാസ്തമയം വരെ നീണ്ടു നിന്നു. സമയം അതിക്രമിച്ചപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് അവരുടെ അറകളിലേക്ക് പോയി. സിയൂസ് ദേവനും ഹെറാദേവിയോടടുത്ത് ശയ്യാതലത്തെ പ്രാപിച്ചു. അന്ന് രാത്രി സിയൂസ് ദേവന് മാത്രം ഉറക്കം വന്നില്ല. അദ്ദേഹം അക്കില്ലീസിനെ വിജയശ്രീ ലാളിതനാക്കി അവരോധിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഒടുവിൽ അഗമെമ്നോൻ രാജാവിന്റെ പാളയത്തിലേക്ക് ഒരു ദുസ്വപ്നത്തെ അയക്കുവാൻ തീരുമാനിച്ചു. ഗ്രീക്കുകാർ ഉടനടി യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ ട്രോയ് നഗരം പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നും ഹെറാദേവി എല്ലാ ദേവന്മാരെയും ഗ്രീക്ക് പക്ഷപാതികളാക്കി മാറ്റിയിരിക്കുന്നുവെന്നുമായിരുന്നു സന്ദേശം. ആജ്ഞ ലഭിച്ച താമസം ദുസ്വപ്നം അഗമെമ്നോണിന്റെ കൂടാരത്തിലെത്തി. അദ്ദേഹത്തിന് ഏറ്റവും ബഹുമാനമുള്ള നെസ്തോറിന്റെ വേഷം അവലംബിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു. സിയൂസിന്റെ സന്ദേശം ലഭിച്ചപാടെ അഗമെമ്നോൺ അർദ്ധസുപ്ഷതയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. സൂര്യപടക്കം മഞ്ച് കണിഞ്ഞ് കരവാളം ചെങ്കോലുമേന്തി കപ്പലുകൾ കിടക്കുന്നിടത്തേക്ക് നടന്നു. നേരം വെളുത്തു വന്നതോടുകൂടി നേതാക്കന്മാരുടെ ഒരു യോഗം അദ്ദേഹം വിളിച്ചുകൂട്ടി. ജനങ്ങളെ ഉടൻ യുദ്ധത്തിനിറക്കുകയാണ് വേണ്ടതെന്നും എന്നാൽ അവരുടെ മനോഭാവം പരീക്ഷിക്കുവാൻ എല്ലാവരോടും നാട്ടിലേക്ക് ഉടൻ മടങ്ങണമെന്നായിരിക്കണം താൻ ആദ്യം പറയുകയെന്നും അപ്പോൾ നേതാക്കൾ ഇടയ്ക്കുന്നത് അവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കണമെന്നും അഗമെമ്നോൻ പറഞ്ഞു. നെസ്തോർ ഭടജനങ്ങളെ വിളിച്ചുകൂട്ടുവാൻ ഇറങ്ങി. ക്ഷണനേരം കൊണ്ട് കപ്പലുകളിൽ നിന്നും കൂടാരങ്ങളിൽ നിന്നും ഇറങ്ങിയ യോദ്ധാക്കളെയും കണ്ട് അവിടെ നിറഞ്ഞു. രാജാവ് അവരോട് പറഞ്ഞു, സിയൂസ് ദേവൻ നമ്മെ നിഷ്ഠൂരമായി വഞ്ചിരിച്ചിരിക്കുന്നു. നാം ഇവിടെ എത്തിയിട്ട് 9 വർഷം കഴിഞ്ഞു. നമ്മുടെ കപ്പലുകൾ ജീർണിച്ചു, പടക്കോപ്പുകൾ പഴകി, ഉടുപ്പുകൾ കീറി. നാട്ടിൽ ഭാര്യമാരും കുട്ടികളും നമ്മെ ഓർത്ത് അക്ഷമരായിരിക്കുന്നു. ട്രോയ് നഗരം ആക്രമിച്ച് കീഴടക്കുവാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം. അഗമെമ്നോൺ പരീക്ഷണാർത്ഥം പറഞ്ഞ വാക്കുകൾക്ക് വിപരീത ഫലമാണുണ്ടായത്. ഭടജനങ്ങൾ കപ്പലുകൾ കടലിലിറക്കി ആർത്തു വിളിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകുവാൻ വെമ്പി. വിവരമറിഞ്ഞ ഹെറാദേവി ഗ്രീക്ക് സൈന്യത്തിന്റെ മടക്കയാത്ര തടയുവാൻ തന്റെ മകളായ അഥീനയെ അങ്ങോട്ട് അയച്ചു. ആർക്കുവേണ്ടി ആയിരക്കണക്കിന് വീരയവന ഭടന്മാരുടെ രക്തം രണാങ്കണത്തിൽ ചീന്തപ്പെട്ടുവോ ആ ഹെലനെ അന്യദിക്കിൽ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ട് മടങ്ങുന്നത് ഉചിതമല്ലെന്നും അതിനാൽ ഗ്രീക്ക് പാളയത്തിലെത്തി ഓരോരുത്തരെയും കണ്ട് അവരുടെ മടക്കയാത്ര നിർത്തിവെപ്പിക്കണമെന്നും ഹെറാദേവി മകളെ ഉപദേശിച്ചു. അഥീന ഒളിമ്പസ് കൊടുമുടിയിൽ നിന്ന് ഗ്രീക്ക് പാളയത്തിലെത്തി ഒഡീസിയസിനെ കണ്ടു. അയാളാകെ നിരാശനായിരുന്നു. പ്രിയാമിനെ ബഹുമതിയോടെ സ്വർണ്ണക്കിരീടം അണിയിച്ചുകൊണ്ട് മടങ്ങുന്ന നാണക്കേടാവുന്നതുവരെ അഥീന പറഞ്ഞു. എന്തു വന്നാലും പടജനങ്ങളിലെ കപ്പലിലേക്ക് ഇറക്കുവാൻ അനുവദിക്കരുതെന്ന് അവൾ അപേക്ഷിച്ചു. അഥീനയുടെ അനുജ്ഞയും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഒഡീസിയസ് ഇപ്പോൾ അഗമെമ്നോണിന്റെ കയ്യിൽ നിന്നും ചെങ്കോൽ ഏറ്റുവാങ്ങിക്കൊണ്ട് സൈന്യമധ്യത്തിലേക്ക് ചെന്ന് സൗമ്യമായി അറിയിച്ചു, നമ്മുടെ രാജാവായ അഗമെമ്നോണിന്റെ ഇംഗിതം എന്തെന്ന് നിങ്ങൾ ഇനിയും ഗ്രഹിച്ചിട്ടില്ല. ഭീരുക്കളെ പോലെ നിങ്ങൾ യുദ്ധരംഗത്തിൽ നിന്നും പലായനം ചെയ്യുമോ ഇല്ലയോ എന്ന് അദ്ദേഹം പരീക്ഷിക്കുകയായിരുന്നു. വരൂ, നമുക്ക് പൂർവാധികം ശക്തിയോടെ യുദ്ധം ചെയ്യാം. ഒഡീസിയസിന്റെ നിയന്ത്രണങ്ങളിൽ ബഹളങ്ങൾ കെട്ടിയുടങ്ങിയപ്പോൾ അദ്ദേഹം രാജാവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു,
ട്രോയ് നഗരം കീഴടക്കുന്നതുവരെ അങ്ങയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് ഇവർ മറന്നുപോയി. നാം ഇവിടെ വന്നിട്ട് 9 വർഷമായി. അവർ അതുകൊണ്ട് അക്ഷരമാകാതിരുന്നതിൽ കുറ്റപ്പെടുത്തേണ്ട. എന്തായാലും വെറുങ്കയോടെ നാം നാട്ടിലേക്ക് മടങ്ങുന്നത് ലജ്ജാവഹമായിരിക്കും. ട്രോയ് നഗരം കീഴടക്കി വിജയം വരിക്കുമെന്ന കാൽക്കസിന്റെ പ്രവചനം നാം മറക്കരുത്. അതുകണ്ട് ധൈര്യത്തോടെ യുദ്ധം തുടർന്നാലും. ജനങ്ങൾ ആർപ്പ് വിളിച്ച് ഒഡീസിയസിന്റെ ആഹ്വാനം സ്വീകരിച്ചു. തുടർന്ന് തന്ത്ര നൈപുണ്യത്തെ പ്രകടമാക്കുന്ന നെസ്തോറിന്റെ പ്രസംഗമായിരുന്നു. ഒരു പെണ്ണിനെ ചൊല്ലി താനും അക്കില്ലീസും തമ്മിൽ കലഹരിച്ചതിനെ താൻ നിർഭാഗ്യമായി പോയെന്നിപ്പോൾ അഗമെമ്നോൻ ഏറ്റുപറഞ്ഞു. തങ്ങൾ തമ്മിൽ യോജിച്ചാൽ നിമിഷത്തിനകം ട്രോയ് നഗരം നാമാവിശേഷമാകും. രാജാവ് തുടർന്നു. സ്നേഹിതന്മാരെ, ഇനി ഭക്ഷണം കഴിച്ച് യുദ്ധത്തിന് ഒരുങ്ങുവാനായി നമുക്ക് പിരിയാം. സൈന്യങ്ങൾക്കിടയിൽ ഹർഷാരവം. പടകുടീരങ്ങളിൽ നിന്നും കപ്പലുകളിൽ നിന്നും ആയിരങ്ങൾ പുറത്തേക്ക് പ്രവഹിച്ചു. യുദ്ധവിജയത്തിന് വേണ്ടി അഗമെമ്നോൻ ഒരു കാളക്കുട്ടിയെ സിയൂസ് ദേവന് ബലിയർപ്പിച്ചു. എന്നിട്ടിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു: ഞാൻ ഇന്ന് പ്രിയാമിന്റെ തലസ്ഥാനം ചുട്ടു ചാമ്പലാക്കുന്നതുവരെ, അദ്ദേഹത്തിന്റെ പുത്രൻ ഹെക്ടറിന്റെ മാരണപ്പടച്ചട്ട പറിച്ച് ചീന്തുന്നതുവരെ സൂര്യൻ അസ്തമിക്കാതിരിക്കട്ടെ. സേനാധിപന്മാരും രാജാക്കന്മാരും അണിനിരന്നു കഴിഞ്ഞപ്പോൾ അഗമെമ്നോൻ അവർക്കിടയിലൂടെ ആവേശം പകർന്നുകൊണ്ട് നീങ്ങി. അഥീനാദേവിയും ഗ്രീക്ക് സൈന്യങ്ങളെ വട്ടമിട്ട് ചുറ്റുന്നുണ്ടായിരുന്നു. ഒടുവിൽ സ്കമാൻഡ്രോസ് മൈതാനത്തിൽ 10,000-കണക്കിന് പടത്തലവന്മാർ തള്ളിപ്പരന്നപ്പോൾ ആ പ്രദേശമാസകലം കുലുങ്ങുന്നതായി തോന്നി. അഗമെമ്നോന് തന്നെ ആ മഹാസേനയുടെ നായകത്വം വഹിച്ച് സഹോദരൻ മെനിലിയൂസ് തൊട്ടടുത്ത് നിന്നു. നെസ്തോറും ഐസോവിനിയൂസും വലിയ അജാക്സും ചെറിയ അജാക്സും ഡയോബഡിയോസും ഒഡീസിയസും സ്ഥാനക്രമമനുസരിച്ച് അണിനിരന്നു. അക്കില്ലീസിന്റെ അതിനായകത്വത്തിൽ നിന്ന് സൈന്യവിഭാഗം മാത്രം പടനീക്കത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നു. എന്നാൽ ഈ സമയം മുഴുവൻ ഗ്രീക്ക് പടനീക്കത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ ട്രോജൻകാർ ട്രോയ് നഗരത്തിന്റെ കവാട പ്രാന്തത്തിൽ ഇരുന്ന് കാര്യാലോചന യോഗം കൂടുകയായിരുന്നു. പെട്ടെന്നാണ് സിയൂസ് ദേവന്റെ ഒരു സന്ദേശവുമായി ഐറിസ് ദേവി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഗ്രീക്ക് പടപ്പുറപ്പാടിനെതിരെ സൈന്യവ്യൂഹങ്ങളെ സജ്ജമാക്കുവാൻ പ്രിയാമിന്റെ പുത്രനായ ഹെക്ടറിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സ്ഥലം വിട്ടു. ഹെക്ടർ ഉടനടി സേനാവ്യൂഹങ്ങൾക്ക് ആജ്ഞ നൽകി. സൈനിക പാളയത്തിന്റെ കൂറ്റൻ വാതിലുകൾ തുറക്കപ്പെട്ടു. കാലാൾപ്പടയും കുന്തപ്പടവും ആരവും മുഴക്കിക്കൊണ്ട് നഗരത്തിന്റെ പുരോഭാഗത്തിൽ നിന്ന് ഒരു കുന്നിൻ താഴ്വരയിൽ അണിനിരന്നു. ഓരോ വിഭാഗത്തിന്റെയും മുന്നിൽ നിന്നത് ഓരോ ദേശത്തിൽ നിന്നും എത്തിയ അതുല്യ വിക്രമന്മാരും ധീരയോദ്ധാക്കളുമായിരുന്നു. സമരാങ്കണത്തിലേക്ക് പ്രവേശിച്ച് ഘോര സമരം നടത്തുവാൻ വ്യഗ്രത പൂണ്ടവർ. ഹെക്ടറായിരുന്നു ആ വമ്പിച്ച സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. 10,000 ഏറ്റുമുട്ടുവാൻ പാഞ്ഞെടുത്തു. ട്രോജന്മാർ ഉച്ചത്തിൽ ആരവം മുഴക്കിക്കൊണ്ട് ഗ്രീക്കുകാർ തോളോട് തീർന്ന് നിശബ്ദരായി നിന്നു. സൈന്യങ്ങൾ തമ്മിലെടുത്തപ്പോൾ ട്രോജൻ പക്ഷത്തിൽ നിന്നും പ്രിയാമിന്റെ പുത്രനായ പാരിസ് കുന്തം കുലുക്കി മുന്നോട്ട് ചാടി വീണിട്ട് ഉരുവിട്ട് ഒരു വെല്ലുവിളി ആരെങ്കിലും തന്നോട് ദ്വന്ദ്വയുദ്ധത്തിൽ നടത്തുവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. പുള്ളിപ്പുരുത്തോൾ കൊണ്ടുള്ള ബാഹ്യ ഗഞ്ചുകവും കാർമുഖത്തിനും കരുവാളിനും പുറമെ ഇരുകരങ്ങളിലും കൂർത്ത കുന്തങ്ങളും ധരിച്ച പാരിസ് തന്നെ നേരിടുവാൻ ആരുമില്ലെന്ന ഭാവേനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കവേ പെട്ടെന്ന് മെനിലിയൂസിന്റെ ദൃഷ്ടി അയാളിൽ പതിച്ചു. ലോകൈക സുന്ദരിയായ തന്റെ ഭാര്യ ഹെലനെ മോഷ്ടിച്ചു കൊണ്ടുപോയ ട്രോജൻ യുദ്ധത്തിന് തന്നെ വഴിയൊരുക്കിയ പാരിസിനെ കണ്ടപ്പോൾ മെനിലിയൂസിന്റെ രക്തം തിളച്ചു. അയാൾ ഉടൻ തന്നെ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി പാരിസിന് നേരെ കുതിച്ചു. പാരിസ് പെട്ടെന്ന് പിന്മാറി ഓടി ഒളിച്ചു. സഹോദരന്റെ വീരത്വം കണ്ട് ഹെക്ടർ പരിഹാസം വാരി എറിഞ്ഞു. അപ്പോൾ അയാൾ ഇരുപക്ഷത്തെയും പടയാളികളെയും മാറ്റി നിർത്തിയിട്ട് താനും മെനിലിയൂസും മാത്രം സമരം ചെയ്യാമെന്ന്, ജയമാർക്കാണോ അയാൾ ഹെലനെയും അവളുടെ സ്വത്തുക്കളെയും സ്വന്തമാക്കി കൊള്ളട്ടെയെന്നും അതോടെ ഇരുപക്ഷക്കാരും സമാധാനത്തിൽ പിരിയണമെന്നും വിളിച്ചു പറഞ്ഞു. ഹെക്ടറിന് സന്തോഷമായി. അയാൾ ഇരു സൈന്യങ്ങളുടെ മധ്യത്തിൽ വന്ന് നിന്നുകൊണ്ട് പാരിസിന്റെ അഭിമതം അറിയിച്ചു. മെനിലിയൂസ് തൃപ്തിയായി. എന്നാൽ സന്ധ്യാവസ്ഥകൾ ലംഘിക്കാതിരിക്കുവാൻ പാരിസിന്റെയും ഹെക്ടറിന്റെയും പിതാവായ പ്രിയാമിന്റെ കൂടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് അയാൾ നിർദ്ദേശിച്ചു. ഇതിനകം ഐറിസ് ദേവി ഒരു സന്ദേശവുമായി ഹെലന്റെ അടുത്തെത്തി. പാരിസും മെനിലിയൂസും അവൾക്ക് വേണ്ടി ഒരു ദ്വന്ദ്വയുദ്ധം നടത്തുവാൻ പോവുകയാണെന്നും യുദ്ധത്തിൽ ജയിക്കുന്ന ആളുടെ ഭാര്യയായി അവൾ ഇരിക്കേണ്ടി വരുമെന്നും അറിയിച്ചു. വാർത്ത കേട്ട അവൾ പരിചാരകന്മാരോടുകൂടി നഗരവാടത്തിലേക്കും ഗോപുര മണ്ഡപത്തിലേക്കും പാഞ്ഞു. അവിടെ അപ്പോൾ ഗോപുര മണ്ഡപത്തിലിരുന്ന പ്രിയാം രാജാവ് യുദ്ധത്തിന്റെ ഗതിവിഗതികൾ നോക്കിക്കാണുമായിരുന്നു. ശത്രുപക്ഷത്ത് അണിനിന്നിരുന്ന ഓരോ യോദ്ധാവിനെയും അദ്ദേഹം ഹെലനോട് ചോദിച്ച് മനസ്സിലാക്കി. അട്രീസിന്റെ അനുഗ്രഹപുത്രനും പേരെടുത്ത കുന്തപ്പടയാളിയുമായ അഗമെമ്നോൻ, പരപ്പേറിയ ചുമലുകളും വക്ഷസുമുള്ള ഒഡീസിയസ്, രാക്ഷസകാരനായ വലിയ അജാക്സ്, ക്രീറ്റൻ സേനാധിപന്മാരുടെ നടുനായകനായ ഐഡോമിഡിനിയസ്,
ആ രണധീരന്മാരുടെ നിര കണ്ടപ്പോൾ വൃദ്ധനായ പ്രിയാമിന് ഭയസംഭവങ്ങളുമായി. അപ്പോഴേക്കും പ്രിയാം പടക്കളത്തിൽ എത്തണമെന്ന സന്ദേശവുമായ ഒരു ദൂതനെത്തി. രാജാവ് സൈന്യബദ്ധത്തിൽ ചെന്നിറങ്ങിയപ്പോൾ അഗമെമ്നോൺ അദ്ദേഹത്തെ ഉപചാരപൂർവ്വം സ്വീകരിച്ചു. യാഗമൃഗങ്ങളുടെ ബലിയർപ്പണത്തിന് ശേഷം ഇരുകക്ഷികളും ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു: സന്ധ്യവ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഞങ്ങളിൽ ഏതെങ്കിലും ഒരു കക്ഷി മറുകക്ഷിയെ ദ്രോഹിക്കുന്നുവെങ്കിൽ അവരുടെയും അവരുടെ സന്തതികളുടെയും തലച്ചോറി മണ്ണിൽ ചിതറപ്പെടട്ടെ. പ്രാർത്ഥനയ്ക്ക് ശേഷം വൃദ്ധനായ പ്രിയാം തൻ്റെ പുത്രനായ പാരിസ് മെനിലിയൂസിനോട് ഏറ്റുമുട്ടുന്ന രംഗം കണ്ടു നിൽക്കുവാൻ അശക്തനായി രണാങ്കണം വിട്ടു. ദ്വന്ദ്വയുദ്ധത്തിൽ ആദ്യം കുന്തം ചാട്ടുവാനുള്ള അവസരം നറുക്കിട്ട് കിട്ടിയത് പാരിസിനായിരുന്നു. പാഞ്ഞു ചെന്ന പാരിസിന്റെ കുന്തം മെനിലിയൂസിന്റെ പരിച കണക്കിന് തടുത്തു. പിന്നീട് മെനിലിയൂസ് സിയൂസ് ദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് പാരിസിന്റെ നേർക്കെറിഞ്ഞ കുന്തം അയാളുടെ പരിച തകർത്ത് നെഞ്ചിലെ കവചവും തുളച്ചുകൊണ്ട് കടന്നെങ്കിലും അയാൾ പിടഞ്ഞ് രക്ഷപ്പെട്ടു. മെനിലിയൂസ് ഉടൻ വാളൂരി പാരിസിന്റെ കഴുത്തിന് വെട്ടി. പക്ഷേ പടത്തൊപ്പിയിൽ നിന്ന് കണ്ട അയാളുടെ വാൾ കഷണം കഷണമായി പോയി. വലിച്ചിഴക്കപ്പെട്ട പാരിസ് അഫ്രോഡൈറ്റി ദേവിയുടെ സഹായത്താൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദേവിയായ അഫ്രോഡൈറ്റി ചുറ്റുപാടും മൂടൽമഞ്ഞ് പരത്തിക്കൊണ്ട് പാരിസിനെ ഹെലന്റെ മണവറയിലെത്തിച്ചു. എന്നിട്ടും ഹെലനെ തേടിപ്പിടിച്ച് അയാളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഭീരുവായ പാരിസിനെ കണ്ടപ്പോൾ ഹെലന് അവജ്ഞയാണ് തോന്നിയത്. എന്നാൽ പരാജയം നേരിട്ടത് വാസ്തവമാണെങ്കിലും അടുത്ത പ്രാവശ്യം നിശ്ചയമായും വിജയം തൻ്റേതായിരിക്കുമെന്നും വീമ്പിളക്കിക്കൊണ്ട് അയാൾ ഹെലനോട് കൂടുതൽ പ്രേമചാബല്യങ്ങൾ കാട്ടുവാൻ തുടങ്ങി. മെനിലിയൂസ് ആ സമയം മുഴുവൻ പാരിസിനെ തേടി പോർക്കളം മുഴുവൻ അലറിപ്പായുകയായിരുന്നു. പക്ഷേ മൂടൽമഞ്ഞിലൂടെ രക്ഷപ്പെട്ട കഥ അയാൾക്കറിഞ്ഞുകൂടായിരുന്നു. ഒടുവിൽ അഗമെമ്നോൺ ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഈ ദ്വന്ദ്വയുദ്ധത്തിൽ ഞങ്ങളാണ് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹെലനെ സർവ്വസ്വത്തുക്കളോടുകൂടി ഞങ്ങളുടെ പക്കൽ തിരിച്ചേൽപ്പിക്കുക. ദേവലോകത്ത് ഈ സമയം ദേവന്മാരും ദേവിമാരും ചേർന്ന് ഭൂമിയിലെ യുദ്ധത്തെ വിലയിരുത്തുകയായിരുന്നു. മെനിലിയൂസിന്റെ വിജയം സുനിശ്ചിതമായെന്നിരിക്കെ രണ്ടു കൂട്ടരെയും പരസ്പരം രഞ്ജിപ്പിച്ച് യുദ്ധം അവസാനിപ്പിച്ചാൽ പ്രിയാമിന്റെ നഗരം ജനവാസമുള്ളതായി തീരുമെന്നും മെനിലിയൂസിന് അയാളുടെ ഹെലനെയും കൊണ്ട് ഗ്രീസിലേക്ക് മടങ്ങാമെന്നും സിയൂസ് ദേവൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഹെറാദേവിയും അഥീനയും ആ അഭിപ്രായത്തിന് എതിരായിരുന്നു. ട്രോജൻകാർ സത്യപ്രതിജ്ഞ ലംഘിച്ച് ഗ്രീക്കുകാരുമായി യുദ്ധം തുടരുവാനുള്ള തന്ത്രം പ്രയോഗിക്കുവാൻ അഥീനയെ ഉടൻ യുദ്ധരംഗത്തേക്ക് അയക്കണമെന്ന് ഹെറാദേവി പലവട്ടം ആവർത്തിച്ചു. ഒടുവിൽ സിയൂസ് ഹെറയ്ക്ക് വഴങ്ങി. അഥീനയെ ഒളിമ്പസ് കൊടുമുടികളിൽ നിന്നും നേരെ രണാങ്കണത്തിലേക്ക് വിട്ടു. പടക്കളത്തിലെത്തിയ അഥീന പുരുഷവേഷത്തിൽ പണ്ടാറോസ് എന്ന രാജകുമാരനെ സമീപിച്ച് മെനിലിയൂസിന്റെ നേരെ ഒരു അസ്ത്രം പായിക്കുവാൻ പ്രേരിപ്പിച്ചു. പണ്ടാരോസ് സർവശക്തിയും പ്രയോഗിപ്പിച്ചതിൻ്റെ ശസ്ത്രം മെനിലിയൂസിന്റെ നേർക്ക് പാഞ്ഞു. അത് തൊട്ടില്ല എന്നെത്തിയപ്പോൾ അഥീന തട്ടിമാട്ടിക്കളഞ്ഞു. എന്നിരുന്നാലും അത് മെനിലിയൂസിന്റെ കവചവും അടിക്കുപ്പായവും തുളച്ചു ചെന്ന് ദേഹം മുറിപ്പെടുത്തി. വാർന്നൊഴുകിയ ചോര കണ്ട അഗമെമ്നോൺ അമ്പരന്നു. കോപപരിതാപങ്ങളോടും കൂടി അദ്ദേഹം വാവിട്ട് കേടുകൊണ്ട് നിൽക്കെ മക്കേവോൻ എന്ന വിശ്വഘരൻ ഓടിയെത്തി മെനിലിയൂസിന്റെ മുറിവ് വെച്ചു കെട്ടി. ട്രോജൻ സൈന്യങ്ങൾ ഇതിനകം പടക്കൊരുങ്ങുകയായിരുന്നു. പ്രതിജ്ഞ ലംഘിച്ചു. തങ്ങളുടെ നേരെ ഒളിയം പെയ്തതിൽ അമർഷം പൂണ്ട ഗ്രീക്കുകാരും പ്രതിയോഗികളെ നേരിടുവാൻ ആയുധമേന്തി. അഗമെമ്നോൺ ആലസ്യം കുടഞ്ഞുകളഞ്ഞ് രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ഉടൽ പൂണ്ട പ്രതികാര യക്ഷിയെപ്പോലെ അണികളിലൂടെ ഉന്മേഷം വിതറിക്കൊണ്ട് നടന്നു. പ്രതിജ്ഞാലംഘനം ചെയ്ത ട്രോജന്മാരുടെ ശവം തിന്നാൻ കഴുകന്മാർ കാത്തിരിക്കുന്നു. ട്രോയ് നഗരം കീഴടക്കി ശത്രുക്കളുടെയും ഭാര്യമാരെയും സന്താനങ്ങളെയും നമ്മുടെ കപ്പലുകളിൽ നാട്ടിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ പ്രതികാരം വിട്ടുവീഴ്ചയില്ലാതായിരിക്കും. യുദ്ധത്തിനിറങ്ങുവാൻ മടിച്ചു നിന്നവരെ അദ്ദേഹം കണക്കിന് ശകാരിച്ചു. ഉത്സാഹത്തോടെ പടയൊരുക്കുന്നവരെ ഏറെ പുകഴ്ത്തി. ട്രോജൻകാരോട് പ്രതികാരത്തിനൊരുങ്ങി നിന്ന ക്രീറ്റൻ സേനനാനിയായ ഐഡോമിനിയൂസിൻ്റെയും ആനമല്ലനായ വലിയ ജാക്സിനെയും സമരത്രഞ്ചന്മാരായ നെസ്തോറിൻ്റെയും മറ്റനേകം പടനായകന്മാരെയും കണ്ടപ്പോൾ അഗമെമ്നോൺ അതീവ സന്തുഷ്ടനായി. എന്നാൽ ടൈഡിയൂസിൻ്റെ പുത്രനായ ഡയോമിഡിയൂസും അയാളുടെ സാരഥി സ്തെനിലോസും അതുപോലെ തന്നെ മെനസ്തിയൂസും ഒഡീസിയൂസും ഉദാസീനരായിരിക്കുന്നത് പോലെ കണ്ടപ്പോൾ അഗമെമ്നോണിന് അരിശം വന്നു. എന്നാൽ സത്യമെന്തെന്നറിയാതെ കോപം പൂണ്ട രാജാവിനൊടുവിൽ ആ നായകന്മാരോട് പൊറുതി പറയേണ്ടി വന്നു. കാരണം അവരെല്ലാം പടവെട്ടുവാൻ ചാടിയിറങ്ങിക്കഴിഞ്ഞിരുന്നു. തുടരും.